ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായയാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കാപ്പി കുടിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചായ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് വേഗം തന്നെ ചായ എല്ലാം ഒന്ന് കുടിച്ചിട്ട് വന്നു. അതിനുശേഷം ഞാൻ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യലായിട്ടുള്ള കറിയാണ് നമ്മളിന്ന് വെക്കുന്നത്. വെണ്ടയ്ക്കയും മത്തിയും കൂടെ പുളി കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ കോമ്പിനേഷൻ എൻ്റെ അമ്മ നല്ല പോലെ ഉണ്ടാക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അമ്മ ഉണ്ടാക്കുന്നത്. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ആ മീനും ആ വെണ്ടയ്ക്കയും ആ പുളിയും എല്ലാം കൂടെ കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് ഈ വെണ്ടയ്ക്ക മീനും കൂടിയുള്ള കറി കേട്ടോ. അപ്പം നമ്മൾ വെണ്ടയ്ക്കയൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ മുഴുമുളകും മുഴുമല്ലിയാണ് നമ്മൾ എടുക്കുന്നത്. അതില്ലെങ്കിൽ പൊടിയും ഇതുപോലെ വറുത്തെടുത്താൽ മതി കേട്ടോ. വറുത്തെടുത്ത് ചെയ്യുമ്പോൾ ഒന്ന് ടേസ്റ്റ് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എരിവിനാവശ്യമായിട്ടുള്ള മുളക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്പൂണ് മല്ലി കേട്ടോ, മുഴുമല്ലി, അതുകൂടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ണ ഒഴിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണ ഒഴിക്കാണ്ട് ഡ്രൈ ആയിട്ട് വറുത്താലും നന്നായിരിക്കും. ഞാൻ പക്ഷേ ഒരിത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തു കേട്ടോ. അതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വതക്കി എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിനൊരു പിശിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ വെണ്ടയ്ക്ക വതക്കിയതിന് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതോടെ വതങ്ങാനിട്ട നേരം കൊണ്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ മല്ലി മുളകും കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. ആദ്യം നന്നായി തന്നെ ഒന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് നന്നായി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളി കേട്ടോ, മുഴുവനായിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ വെണ്ടയ്ക്ക വതങ്ങി റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെച്ചു. അത് വതങ്ങാൻ കുറച്ചുകൂടെ സമയം എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞൾട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പുളി വെള്ളം കേട്ടോ, നിങ്ങൾക്ക് പുളിപ്പ് എത്ര വേണോ അതിനനുസരിച്ച് പുളി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു നെല്ലിക്കല നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി തന്നെ പിഴിഞ്ഞിട്ട് നമ്മൾ മൺചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി എടുത്തോളൂ കേട്ടോ. നമ്മുടെ വെണ്ടയ്ക്ക പുളിക്ക് കുറച്ച് പുളിപ്പ് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവാറുള്ളത് കേട്ടോ. പിന്നെ ആ പുളിയിലേക്ക് നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മല്ലിയും മുളകും ഉള്ളിയും കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്ത്, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത്, അതുപോലെ 3-4 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കറി നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ തിളച്ച് വന്നതിലേക്ക് വതക്കി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ പുളി തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ചേർത്ത് കൊടുക്കേണ്ട, തിളച്ച് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നന്നായിരിക്കാറുള്ളത് കേട്ടോ. ഞാനെപ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ പുളിയും വെള്ളം കൂടെ ഒപ്പം തിളക്കുകയാണെങ്കിൽ തിളപ്പിക്കുക. പക്ഷേ ഞാനെപ്പോഴും തിളച്ചതിന് ശേഷമാണ് വെണ്ടയ്ക്ക ചേർക്കാറുള്ളത്. പിന്നെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് നമ്മുടെ വെണ്ടയ്ക്ക വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മീനൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഉണക്ക മത്തിയാണ് കേട്ടോ നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ഉണക്ക മത്തിയും വെണ്ടയ്ക്കയും കൂടെയാണ് കേട്ടോ നമ്മൾ ഈ പുളി വെക്കുന്നത്. അപ്പോൾ ചെറിയ കുഞ്ഞ മത്തിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് അയില വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഉണക്ക അയില, പച്ചമത്തിയിലും പച്ച അയിലയിലും അല്ല കേട്ടോ നമ്മൾ ഈ കറി വെക്കാറുള്ളത്. ഉണങ്ങിയിട്ടുള്ള ഇതിലാണ് കേട്ടോ. ഉണങ്ങിയിട്ട് പറഞ്ഞാൽ ഉണക്കയിലും ഉണക്കമത്തിയും കേട്ടോ. അതിലാണ് നമ്മൾ വെണ്ടയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ പുളി വെക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ മത്തിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മത്തിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മത്തി വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സാധാരണ പച്ച മത്തി അയിലയൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ചെളിക്കയും വാലും സൈഡും ഒക്കെ കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഉണക്കമത്തിയിലും നല്ലപോലെ ഈ ചകിളിയൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ കളഞ്ഞതിന് ശേഷം ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 മത്തിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ മത്തിയുടെ ടേസ്റ്റ് ഫുള്ളായിട്ട് നമ്മുടെ ചാറിൽ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ മത്തി ഒരു 5-6 ഉണ്ടായിരുന്നതൊക്കെ നല്ലപോലെ തന്നെ ചെളുക്കിയൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്നിട്ട് വേണം ഇത് നന്നായി തന്നെ ഒന്ന് കഴുകിയെടുത്താൽ മതി കേട്ടോ. നമ്മൾ വേറുള്ള ഉണക്കമീൻ പോലെ വെള്ളത്തിലിട്ട് വെച്ച് കഴുകേണ്ട
ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കഴുകി കൊണ്ടുവരിക കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് അരപ്പുണ്ടാക്കുന്നുണ്ട്. ഒരു കുഞ്ഞു പിടി തേങ്ങ കേട്ടോ. തേങ്ങ കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അരച്ചിട്ട് വന്നാൽ മതി. വേറൊന്നും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് തിളച്ച് അതുപോലെ ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക വെന്ത സമയത്ത് നമ്മളിതിലേക്ക് നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ മത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉടഞ്ഞൊന്നും പോവില്ല കേട്ടോ നമ്മുടെ മീൻ. അപ്പോൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ച് വന്നതിലേക്ക് അരച്ചുകൊണ്ട് വന്നിട്ടുള്ള നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കറി കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ ഇരിക്കുക. ഒരുപാട് തിക്കായിരിക്കില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഓവറായിട്ട് നമ്മുടെ രസം പോലെയല്ല നമ്മൾ പറയുന്നത്. എന്നാലും കുറച്ച് മിളകുഷ്യം പോലെയല്ല, കുറച്ച് ലൂസായിട്ടിരിക്കും കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അപ്പം നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടം നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനും നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. മീൻ വേകാൻ അധിക സമയമൊന്നും വേണ്ട. ഇതുകൊണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല, നല്ല പോലെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീൻ 2 തിളയ്ക്ക് തന്നെ നമ്മുടെ മീനൊക്കെ വെന്ത് വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറും പപ്പടവും ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഞാനത് ഇറക്കി മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക, നമ്മൾ ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് നേരാക്കി എടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ പാഞ്ചും ഉണ്ട് കേട്ടോ അകത്ത്. അവളിപ്പോൾ കുട്ടികൾ പുറത്താണെങ്കിൽ അവൾ ഇങ്ങനെ അകത്തൊക്കെ വന്ന് റൗണ്ട്സ് ഉണ്ടാവും കേട്ടോ. കുട്ടികളും ഇപ്പോൾ അകത്തൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളോട് ഞാൻ വർത്താനം പറഞ്ഞാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മുടെ ഉപ്പേരിയൊക്കെ നമ്മൾ സാധാരണ വേവിക്കാൻ വെക്കുന്ന പോലെ പരിപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയല്ല, പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 വിസിൽ അടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ വേവാൻ വെച്ചതിന് ശേഷം തന്നെ വേഗം തന്നെ പോയിട്ട് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പഴയ പോലെ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വയ്യായിക്കൊക്കെ ഇപ്പോൾ കുറേ സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഞ്ചുവിൻ്റെ കുട്ടികളെ പിടിക്കാൻ നായി വന്നപ്പോൾ പാഞ്ചു അതിനെ ആട്ടി വിട്ടിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിന് ഒന്നുകൂടെ ആട്ടി വിടാൻ പോയതാണ് കേട്ടോ നായിനെ. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് ഒന്ന് താളിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടം നമ്മൾ കടുക് വറുത്തിട്ടില്ലല്ലോ, അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് ഉലുവ എന്തായാലും ചേർക്കണം കേട്ടോ. അതുകൂടെ ചേർത്ത് നമ്മുടെ വറ്റൽമുളക് ചേർത്ത് നന്നായി തന്നെ പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലക്കാടൻ സ്പെഷ്യൽ വെണ്ടയ്ക്ക് മത്തിയും കൂടിയുള്ള പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് മാറ്റി വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ കറിക്ക് പപ്പടം, വറ്റൽ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഉപ്പേരിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ പപ്പടവും വറ്റലുണ്ടെങ്കിൽ തന്നെ നല്ല കോമ്പിനേഷനാണ്. അത് കാച്ചിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഉപ്പേരി ഒന്ന് കടുക് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ച് പിന്നെ തേങ്ങയൊക്കെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ടൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ ഞാൻ അതെല്ലാം അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ പപ്പടമൊക്കെ വേഗം തന്നെ ഒന്ന് പാത്രത്തിലാക്കി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആ സമയമുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. മെല്ലെ നമുക്ക് ഈ പാത്രത്തും കഴുകാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ വാഷ് ബേസിനിൽ. അപ്പോൾ ഉള്ള സമയം കഴിയണ്ടെന്ന് പറഞ്ഞ് വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ അധികം പാത്രങ്ങളൊന്നും നമുക്ക് കഴുകാനില്ല കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറ് തന്നെയാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കറി വെച്ചുകൊണ്ട് നമ്മൾ പിന്നെ വേറെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചോറ് തന്നെ ആക്കിയിട്ടാ. അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ നമ്മുടെ വെളിയിൽ അടുപ്പം തൊട്ടൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അതിന് ശേഷം നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തുകൊണ്ടൊന്ന് വെച്ചു. അതിന് ശേഷം നമ്മൾ വാർത്ത് വെച്ചു. പിന്നെ അത് എടുത്തിട്ട് വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറും അതുപോലെ നമ്മുടെ വെണ്ടയ്ക്കയും നമ്മുടെ ഉപ്പേരിയും വറ്റലും പപ്പടവും എല്ലാം കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വിളമ്പിയെടുത്തു. പ്രത്യേകിച്ച് നമ്മുടെ ഈ കറി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞാൻ വേഗം തന്നെ പോയി അശ്വിന് ചോറ് വാരി കൊടുത്തു കേട്ടോ. അപ്പോഴേക്കും അവൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറൊക്കെ വാരി കൊടുത്തു.
പിന്നെ അവന് വാരി കൊടുത്തിട്ട് വേണം ഇനിയിപ്പോൾ നമുക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വേഗം തന്നെ അശ്വിനൊക്കെ ഒന്ന് വാരി കൊടുക്കുകയാണ് കേട്ടോ. ചോറായി അവന് കുറച്ച് മടിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. പലഹാരമാണെങ്കിൽ പിന്നെയും ഇടയ്ക്കൊക്കെ തന്നെ കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അവനൊക്കെ ചോറ് വാരി കൊടുത്തു. അതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് അശ്വിന് ചോറാക്കി കേട്ടോ. അക്ഷയ്ക്ക് ഇന്നില്ല കേട്ടോ, ഇന്നും ലീവാണ്. അപ്പോൾ അതിന് ശേഷം അക്ഷയ്ക്കല്ല അശ്വിനൊക്കെ ചോറാക്കി. അശ്വിൻ പോയി കേട്ടോ. അശ്വിൻ പോകുന്ന വീഡിയോ ഒന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല. എന്തോ ഇങ്ങനെ ഓർമ്മയിൽ ഇരുന്ന് പോയിട്ട് അവൻ ടാറ്റയൊക്കെ തന്ന് പോയതിന് ശേഷമായിരുന്നു കേട്ടോ ഞാൻ അശ്വിൻ പോയത് എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അടുക്കളയൊക്കെ കുറച്ച് വൃത്തിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം വൃത്തിയാക്കി വേഗം തന്നെ വന്നിട്ട് പിന്നെ നമ്മൾ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച ശേഷം പിന്നെ നമുക്ക് പാത്രങ്ങൾ ഒഴിച്ചു മാറ്റാനും നമ്മുടെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാനും അതുപോലെ വെളിയിൽ അടുക്കള അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമുക്ക്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ അതെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ നമ്മുടെ ഉള്ളൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ എല്ലാവരും ഒന്ന് അടിച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് തുടച്ചുകൂടെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ ഫോണിൽ തീരെ സ്പേസ് ഇല്ലായിരുന്നു കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കാരണം ചില സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ അധികം സ്പേസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താണ്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ 12:15 പുതിയൊരു വീഡിയോ ആയിട്ട്